ഈ എക്സ്പെരിമെൻ്റ് ചെറുതായിട്ട് വല്ല പാളിപ്പോയി എൻ്റെ ബോർഡ് എക്സാമാണ് കമ്പ്യൂട്ടർ സയൻസ്. അതാ പേടിയോ വന്ന്. ഇതൊരു ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. എനിക്കറിയില്ല എത്രത്തോളം സക്സസ് ഉണ്ടാവുന്നു. പഠിച്ച് കഴിയുന്നേ ഇല്ല. 2-3 ചാപ്റ്ററിന് അപ്പോൾ കവർ ചെയ്തുള്ളൂ. 14 മണിക്കൂറേ ഉള്ളൂ കറക്റ്റായിട്ട് എക്സാമിന്. ടു ബി ഓണസ്റ്റ് ഗൈസ്, ഒരു 8 മണിക്കൂറേ ഉള്ളൂ. ഇപ്പം എനിക്ക് തോന്നുന്നു ഗൈസ്, ഞാൻ ഇപ്പോൾ എന്തിനാ ഈ ചലഞ്ച് എടുത്തുന്നു. 2 മണിക്കൂറുള്ള എക്സാമിൽ നിന്ന്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫൈനലി നാളെ എൻ്റെ കമ്പ്യൂട്ടർ സയൻസ് എക്സാമാണ്. ഞാൻ പറഞ്ഞ ചലഞ്ച് നാളെയാണ്, ഇന്നാണ്. ഇപ്പോൾ സമയം ഏകദേശം 12 മണി ആവാൻ പോകുന്നു. സോ ഞാൻ ഇപ്പോഴാണ് പഠിക്കാൻ പോകുന്നു ഗൈസ്. ഇതൊരു എക്സ്പെരിമെൻ്റ് വീഡിയോ ആണ്. ഞാൻ പോൾ ഇട്ടുണ്ടായിരുന്നു. എല്ലാവരും യു ക്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക് യു ഗൈസ് ഫോർ സപ്പോർട്ടിങ് മീ. പിന്നെ ഈ എക്സ്പെരിമെൻ്റ് ചെറുതായിട്ട് വല്ല പാളിപ്പോയി എൻ്റെ ബോർഡ് എക്സാമാണ് കമ്പ്യൂട്ടർ സയൻസ്. അതാ പേടിയോ വന്ന്. ഇതൊക്കെ മിണ്ടാണ്ട് വല്ല മോഡൽ എക്സാമിന് ചെയ്യായിരുന്നില്ലേ. എനിവേ ഗൈസ്, എടുത്തു കഴിഞ്ഞു ചലഞ്ച്. അപ്പോൾ ലിറ്ററലി എനിക്ക് കമ്പ്യൂട്ടർ സയൻസിന് ഒരു നോളജബിളും ഇല്ല. മോഡൽ എക്സാമിന് പഠിച്ചാണ്. ഇപ്പോൾ 24 മണിക്കൂറുണ്ട്. ഇതിലിപ്പോൾ കവർ ചെയ്യാനാണ് എൻ്റെ തീരുമാനം. പിന്നെ ഇത് നോർമൽ ബോറിംഗ് വ്ളോഗല്ല ഗൈസ്. അപ്പോൾ നിങ്ങളും ഇപ്പോൾ ഈ അവസാന സമയത്ത് പഠിക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ വല്ല ടിപ്പോടെ പഠിക്കുകയാണെങ്കിൽ ഞാനും പഠിക്കുകയാണ്. അങ്ങനെ 24 മണിക്കൂറിൽ ഞാൻ ഇപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഗൈസ്. ചലഞ്ചിൽ ലിറ്ററലി ചെറിയ മിസ്റ്റേക്കായ എൻ്റെ ബോർഡ് എക്സാം മാർക്കിന് ബാധിക്കും. ഒന്നും പറയാനില്ല ഗൈസ്. സോ ഈ ചലഞ്ച് ഞാൻ എടുക്കാൻ പോകണം ഗൈസ്. പിന്നെ ഈ 6 ദിവസം നീ എന്താ ചെയ്തു എന്ന് ഉള്ളതിന് ഞാൻ ഈ ബുക്ക് വായിച്ചു ഗൈസ്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ബൈ നെപ്പോളിയൻ ഹിൽ. സൂപ്പർ ബുക്കാണ്. എനിക്ക് ഇങ്ങനത്തെ ബുക്ക് വായിക്കാൻ നല്ല ഇഷ്ടമാണ്. സോ ആ ബുക്ക് ഞാൻ 8 ചാപ്റ്ററോളം വായിച്ചു കഴിഞ്ഞു. ഈ ഡിസിഷനോ എന്താ പറയുക, കാണാൻ പറ്റുമോ അറിയില്ല. ഈ ഡിസിഷൻ വരെ ബുക്ക് ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞു. അടുത്ത ചാപ്റ്റർ വായിക്കണം. ഇപ്പോൾ നിങ്ങൾ കുറേ പേര് പറയായിരിക്കും ഇതൊക്കെ വെക്കേഷന് വായിച്ചുകൂടെയാണ്. ഗൈസ്, നമ്മൾ ചലഞ്ച് ഏറ്റെടുത്ത് പോയല്ലോ. പിന്നെ ഈ ചലഞ്ച് ബോർഡ് എക്സാമിന് ഏറ്റെടുത്ത് സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട്. ഇതൊരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ നേരിട്ട് കാണുന്നത്. ഈ മാർക്ക് വല്ലതും ചെറുതായിട്ടും കൂടെ കുറഞ്ഞാൽ +2 മാർക്കാണ്. നല്ല കുറയും. പേടിയാവുന്നു ഗൈസ് ചെറുതായിട്ട്. എന്നാലും എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആണ്. കാരണം മോഡൽ എക്സാമിനെ പഠിച്ചിട്ടില്ല. പിന്നെ മോഡൽ എക്സാമിനും പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ 1 മാസത്തിന് മേലെയില്ലേ. ഇതൊക്കെ വീണ്ടും പഠിക്കണ്ടേ, റിവൈസ് ചെയ്യണ്ടേ. ഇപ്പോൾ എൻ്റെ നോളജ് കറക്റ്റ് പറയുകയാണെങ്കിൽ 0 ആണ് ഗൈസ്. ഇപ്പോൾ ഏകദേശം 24 മണിക്കൂറേ ഉള്ളൂ. 24 മണിക്കൂർ പഠിക്കണം. പിന്നെ 24 മണിക്കൂറിൽ 6 മണിക്കൂർ ഇല്ലെങ്കിൽ 5 മണിക്കൂർ ഉറങ്ങണം. അങ്ങനെ അതിൽ ലെസ് ആയിക്കോളൂ. സോ എനിക്കറിയില്ല ഇത് എത്രത്തോളം സക്സസ് റേറ്റ് ഉണ്ടാവുമെന്ന്. കമ്പ്യൂട്ടർ സയൻസ് എക്സാം ആയത് കാരണം കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ട് ഇങ്ങനെ പറയുന്നത്. ഇതൊക്കെ മോഡൽ എക്സാം ചെയ്യാറുന്നില്ലേ. എനിവേ ഗൈസ്, ഏറ്റെടുത്ത് പോയല്ലോ. അല്ല, പിന്നെ 2 ദിവസം ഞാൻ ഇംഗ്ലീഷ് +1 3 യൂണിറ്റ് വായിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായിരുന്നു. പിന്നെ മൊത്തം ഞാൻ സെൽഫായിട്ട് നോളജ് ഇങ്ങനെ സീക്ക് ചെയ്ത് കൊണ്ടിരിക്കുകയായിരുന്നു. നേരെ പഠിച്ചൊന്നുമില്ല. ഇതൊരു ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. എനിക്കറിയില്ല എത്രത്തോളം സക്സസ് ഉണ്ടാവുന്നു. എനിവേ ഗൈസ്, ലെറ്റ്സ് ഡു ദാറ്റ്. ഗായ്സ്, 5 മണിക്കൂർ എടുക്കുന്നു ലൈവ്. 5-5.5 മണിക്കൂർ ഇന്നലെ ലൈവ് ഇട്ടുണ്ടായിരുന്നു അല്ലേ. ഇന്ന് രാത്രി 7:30 ഉണ്ടല്ലേ. സോ അതാ, ഇത് രണ്ടും കണ്ടു കഴിയുമ്പോഴത്തേക്കും സമയമാവില്ലോ. പഠിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പെട്ട അവസ്ഥയാണ് സത്യം പറയല്ല ബ്രോ. സോ ഈ 5 മണിക്കൂർ ഞാൻ 2x ഇട്ട് കാണാൻ പോണു ഗൈസ്. ഞാൻ ജസ്റ്റ് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വാച്ച് ക്ലാസ് 2x, പിന്നെ സ്റ്റഡി ത്രൂ PDF, പിന്നെ ടേക്ക് എ ലുക്ക് ഓൺ പ്രീവിയസ് ഇയർ. ഇതാണ് ഇപ്പോൾ എൻ്റെ ടു ഡു ലിസ്റ്റിൽ ഞാൻ പേ ചെയ്തത്. A few moments later. സോ ഗൈസ്, ആ 2 ലൈവിനെ കണ്ടു തീർത്തു. നല്ല ടൈം എടുത്തു കണ്ടു തീർക്കാൻ. ഇപ്പോൾ ഏകദേശം സമയം 5 മണിയാകാൻ പോകുന്നു. ഇന്ന് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 21 മണിക്കൂറേ ഉള്ളൂ. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ, ആക്യുറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ. സോ 21 മണിക്കൂറിൽ ക്ലാസ് കണ്ടാൽ മാത്രം പോരല്ലോ, അത് പഠിക്കണ്ടേ. സോ പഠിക്കണം. പിന്നെ എൻ്റെ ഫ്രണ്ട് കുറച്ച് PDF സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു 12 ചാപ്റ്ററിൻ്റെയും. ആ PDF നോക്കി കുറച്ച് പഠിക്കണം. പിന്നെ ഞാൻ ക്ലാസ് എക്സാമിനറിൽ കണ്ടത് ആദ്യത്തെ 3 ചാപ്റ്ററും വെബ് ടെക്നോളജി മുതലാണ് കാണാൻ തുടങ്ങിയത്. പിന്നെ 10th ചാപ്റ്റർ ഉണ്ടല്ലോ PHP, അതിനെ വിട്ടു തൽക്കാലം. പിന്നെ മറ്റേ ലൈവിൽ ആ 3 ചാപ്റ്ററും കവറപ്പ് ചെയ്തു. ആദ്യത്തെ 5 മണിക്കൂർ ഒറ്റ സ്ട്രക്ചർ ലൈവിൽ ഞാൻ വെബ് ടെക്നോളജി മുതലാണ് കാണാൻ തുടങ്ങിയത്. സോ കുഴപ്പമില്ല, കാണാൻ പറ്റി. ഇന്നത് പഠിക്കും ചെയ്യണം. പിന്നെ 5.5 മണിക്കൂറും ക്ലാസ് ഒന്നുമില്ല ഗൈസ്. ഞാൻ വിചാരിച്ചു 5.5 മണിക്കൂറും ക്ലാസ് ആയിരിക്കുമെന്ന്. പിന്നെ 3/4 മണിക്കൂറോളം നോമ്പ് തുറക്കാൻ വേണ്ടി ടീച്ചർ പോയി ബ്രേക്ക് തന്നിട്ടുണ്ടായിരുന്നു. സോ അതൊരു വലിയ ആശ്വാസം തന്നെയാണ്. ഇപ്പോൾ കറക്റ്റായിട്ട് പറയുന്നത് 5 മണി. ഞാനും നോമ്പ് എടുത്തിരിക്കുകയാണ് ഗൈസ്. സോ ടയേർഡൊക്കെ ആയതുകൊണ്ട്
എനിവേ കുഴപ്പമില്ല, ഇതൊക്കെ എല്ലാം മാനേജ് ചെയ്യാം. സോ ഇപ്പോൾ നമുക്ക് PDF നോക്കി പഠിക്കാം, അതാ വഴിയുള്ളൂ തോന്നുന്നു. ഇനി പഠിക്കും ചെയ്യേണ്ട 24 മണിക്കൂറിൽ. സോ എനിവേ ഗൈസ്, ഇപ്പോൾ ഞാൻ PDF നോക്കി പഠിക്കാൻ പോകണം. എൻ്റെ ഫ്രണ്ട് സെൻഡ് ചെയ്ത PDF. പിന്നെ ടെക്സ്റ്റ് ബുക്ക് വായിക്കണമെന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിന് ചിലപ്പോൾ വല്ല ട്വിസ്റ്റഡായ ക്വസ്റ്റ്യൻ ചോദിച്ചാലും അറിയില്ല. സമയം കിട്ടാൻ നോക്കാം. അറിയില്ല സത്യമായിട്ടും. ഇനി ചെറുതായി പേടി ഉണ്ട് കേട്ടോ. ഇതൊരു ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. ആരും ഇങ്ങനെയൊന്നും ചെയ്യണ്ട. റിസ്ക് എടുത്ത് പോയി എന്താ ചെയ്യുക. ബട്ട് വി വിൽ നെവർ ഗിവ് അപ്പ്. അതൊക്കെ അത്രേ ഉള്ളൂ. A few moments later. സോ ഗൈസ്, സത്യം പറഞ്ഞാൽ PDF നോക്കി പഠിക്കാൻ നല്ല പ്രയാസമുണ്ട്. പഠിച്ച് കഴിയുന്നേ ഇല്ല. 2-3 ചാപ്റ്ററിന് അപ്പോൾ കവർ ചെയ്തുള്ളൂ. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 18-19 മണിക്കൂറേ ഉള്ളൂ. ഇപ്പോൾ സമയം 6:30 ഇപ്പോൾ നോമ്പ് തുറക്കും. നല്ല ക്ഷീണം ഗൈസ്, സത്യം പറയാലോ. പിന്നെ നല്ല ദാഹം, പഠിക്കാനും പറ്റുന്നില്ല. അത്ര ടയേർഡൊന്നുമില്ല. എനിവേ ഇപ്പോൾ നോമ്പ് തുറന്നിട്ട് പഠിക്കാതെ തോന്നുന്നു. 2-3 ചാപ്റ്റർ കവർ ചെയ്തുള്ളൂ PDF നോക്കിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഗൈസ്, ഞാൻ ഇപ്പോൾ എന്തിനാ ഈ ചലഞ്ച് എടുത്തുനിന്ന്. വല്ല മോഡൽ എക്സാമിന് ചലഞ്ച് എടുക്കുകയായിരുന്നു. കൈയും കാലം വരച്ചിട്ട് വയ്യ, പേടിയാവുന്നു. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് എക്സാം എഴുതാൻ പോകുന്ന ആളാണ്. സോ ഗൈസ്, ഇപ്പോൾ സമയം 7:36 ഇപ്പോൾ എക്സാമിൻ്റെ ഒരു ലൈവ് ഉണ്ട് യൂട്യൂബിൽ, പാർട്ട് 2 ലൈവ്. ഇത് കാണണം. ഗായ്സ്, എക്സാമിനറിൻ്റെ ലൈവിനെ കണ്ടു തീർത്തു. 2.5 മണിക്കൂറുണ്ടായിരുന്നു ക്ലാസ്. സോ പെട്ടെന്ന് കണ്ടു തീർക്കാൻ പറ്റി. സോ ഇപ്പോൾ 11 മണിയാകുമ്പോൾ ഇന്ന് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു 15 മണിക്കൂറില്ല, 14 മണിക്കൂറേ ഉള്ളൂ കറക്റ്റായിട്ട് എക്സാമിന്. പിന്നെ ഈ 5 മണിക്കൂർ നല്ലോണം ഉറങ്ങണം. എനിക്കിപ്പോൾ നല്ല ക്ഷീണമായിരിക്കുന്നു ഗൈസ്. ഞാൻ നാളെ രാവിലെ എണീച്ച് പഠിക്കാൻ പോവാണ്. The next day. ടു ബി ഓണസ്റ്റ് ഗൈസ്, വെറും ഇനി 8 മണിക്കൂറേ ഉള്ളൂ. രാവിലെ ഇപ്പോൾ സമയം 4:25. സോ ഗൈസ്, 2 മണിക്കൂറുള്ള എക്സാമിന്. ഇപ്പോൾ സമയം 10 മണിയാകാൻ പോകുന്നു. PDF മൊത്തം പഠിച്ചു തീർത്തു. സോ 24 മണിക്കൂറുണ്ടെങ്കിലും പഠിക്കാൻ പറ്റും, പഠിച്ചു കഴിയാൻ പറ്റും. പിന്നെ നമ്മുടെ കളി ഫിസിക്സ് എക്സാമിന് വരും 14 ചാപ്റ്ററും ഇഷ്ടംപോലെ ഡെറിവേഷൻസും എല്ലാം ഒരു ദിവസം ഗ്യാപ്പ് തന്നെ നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ ഇതൊക്കെ എന്ത് നിസ്സാരം എന്ന് വിചാരിക്കാം. ഇനി എക്സാം എഴുതുമ്പോൾ ഉള്ള റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. ഞാൻ എല്ലാം പഠിച്ചു, PDF നോക്കി പഠിച്ചു, ഡണ്ണ്. ഇന്ന് എന്താ ചെയ്യേണ്ടത്? ഇന്ന് പ്രീവിയസ് ഇയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മീൻസ് മോഡൽ എക്സാമിൻ്റെയും ക്രിസ്മസ് എക്സാമിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം. അതോടെ ഞാൻ എൻ്റെ ടു ഡു ലിസ്റ്റ് മൊത്തം കഴിയും. എങ്ങനെ കുറച്ച് ടഫാട്ട ഗൈസ്. ലാസ്റ്റ് 24 മണിക്കൂർ പഠിക്കാനൊക്കെ ഇതൊക്കെ ഓർമ്മയിലുണ്ടാവുമോ? അതാ എനിക്ക് പേടി. വെറുതെ വായിച്ച് പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കി ആവുന്നുണ്ട്. എനിക്ക് ആൽഗോരിതമൊക്കെ പേടി. പിന്നെ ഡാറ്റ ചിലതൊക്കെ ചെറുതായിട്ട് പേടിയുണ്ട്. ഇതൊക്കെ മറക്കുവാൻ എനിക്കൊരു ഐഡിയ ഇല്ല. എനിവേ ഗൈസ്, അപ്പോൾ പഠിച്ചു കഴിഞ്ഞു ഏകദേശം. ഇന്ന് എനിക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം. സോ ഗൈസ്, അങ്ങനെ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി. എല്ലാ ക്വസ്റ്റ്യൻസും ചെറുതായിട്ട് കിട്ടുന്നൊക്കെ ഉണ്ട്. മെമ്മറി എത്രത്തോളം റിട്ടൻഷൻ ഉണ്ടാവുമെന്ന് അറിയില്ല. സമയം ഇപ്പോൾ 11:10 ആവാൻ പോകുന്നു. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ റെഡി ഒന്നും ആയിട്ടില്ല. സ്കൂളിലേക്ക് 12 മണിക്ക് 12:10 പോകണം. പിന്നെ ഇന്ന് ലാസ്റ്റ് ഡേ ആയത് കാരണം സ്കൂളിൽ ഇതൊക്കെ പരിപാടി എന്തൊക്കെയുണ്ട് പറഞ്ഞു ഫ്രണ്ട്സൊക്കെ കൂട്ടിയിട്ട്. സോ അതും കൂടെ വല്ല വ്ളോഗ് പോലെ എടുക്കണമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എടുക്കാൻ പറ്റുമോ അറിയില്ല. പത്രത്തിൽ തന്നെ ഗൈസ്, ഇപ്പോൾ 22 മണിക്കൂറിനുള്ളൊക്കെ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച് തീരാൻ പറ്റും. പക്ഷെ കുറച്ച് റിസ്ക്കാണ്. പിന്നെ കുറച്ച് നല്ല ഫോഴ്സ് എടുത്ത് പഠിക്കണം എന്നുള്ളൂ. പിന്നെ എത്രത്തോളം മെമ്മറി റിട്ടൻഷൻ ഉണ്ടെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. എത്രത്തോളം എക്സാം എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് എനിക്കറിയില്ല ഗൈസ്. എന്തെങ്കിലും ചെയ്യാം. ഞാൻ പോയി സ്കൂളിൽ പോകാൻ റെഡി ആവാൻ നോക്കട്ടെ. A few moments later. ഗൈസ്, ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലുണ്ടല്ലോ. എങ്ങനെയായിരുന്നു എക്സാം? ആവണി, എങ്ങനെയായിരുന്നു എക്സാം? കുഴപ്പമൊന്നുമില്ല. പ്രതീക്ഷ അത്ര കഷ്ടം ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഇത്തിരി ചിന്തിക്കുന്നതായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നന്നായിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു എക്സാം? എക്സാം കുഴപ്പമില്ല, സൂപ്പറാ. സിമ്പിൾ എക്സാം അല്ലേ?
എക്സാം നല്ല എക്സാം ആയിരുന്നു. എന്താ പറയുക, നമ്മൾ പഠിച്ചതേ വന്നുള്ളൂ. എല്ലാം ഓൺവേഴ്സ് എഴുതി തള്ളി മറിക്കുക. ഹലോ ഗൈസ്, എല്ലാവർക്കും അലൻസ് നോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കമ്പ്യൂട്ടർ സയൻസിൻ്റെ റിവ്യൂ നോക്കാൻ പോകുന്നത്. നമുക്കത് ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഈ ബ്രോയുടെ അടുത്ത് നമുക്ക് ചോദിച്ചു നോക്കാം. ബ്രോ, വാട്ട് അബൌട്ട് കമ്പ്യൂട്ടർ സയൻസ് എക്സാം? കമ്പ്യൂട്ടർ സയൻസ് എക്സാം കുഴപ്പമില്ലായിരുന്നു. യൂട്യൂബ് ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ കൂടുതലും വന്നിട്ടുണ്ടായിരുന്നു. എജുപോർട്ടായിരുന്നു ഞാൻ കണ്ടത്. എജുപോർട്ട് ജസീം സാറിൻ്റെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. തിയറി ഭാഗം കുറച്ച് അവസാനത്തെ ഭാഗത്ത് മാത്രമായിരുന്നു കുറച്ച് എറർ വന്നത്. പക്ഷേ കുഴപ്പമില്ലാണ്ട് അത്യാവശ്യം എഴുതിയിട്ടുണ്ട്. A+ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ബ്രോ, താങ്ക് യു. ബ്രോ എങ്ങനെയായിരുന്നു എക്സാം? സൂരി എങ്ങനെയായിരുന്നു എക്സാം? അബി? സോ ഗൈസ്, അങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് എക്സാമും കഴിഞ്ഞു. നമ്മൾ വീടെത്തി. എക്സാം സിമ്പിളായിരുന്നു. 24 മണിക്കൂർ മുമ്പേ പഠിച്ചാലും A+ കിട്ടും. സത്യമായിട്ടും കിട്ടും, കുഴപ്പമില്ല. ഞാൻ ഇന്നലെ ലൈവിൽ കണ്ടത് മാത്രമേ വന്നുള്ളൂ. പിന്നെ ഇന്നലെ 24 മണിക്കൂർ ചലഞ്ച് എടുത്ത് റിസ്ക് ആണെന്ന് കുറേ പേര് പറഞ്ഞു. താങ്ക് യു ഗൈസ്. ബട്ട് കുഴപ്പമില്ല, എക്സാം സിമ്പിളായിരുന്നു. A+ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നിങ്ങളും ഇപ്പോൾ ഒരു ദിവസം മുമ്പ് പഠിക്കുകയാണെങ്കിൽ നല്ല ഫോക്കസ് ചെയ്ത് പഠിച്ച ചിലവ് കിട്ടും. ഇപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ സയൻസിന് വിഷയം മാത്രമേ പറയുന്നുള്ളൂ ഗൈസ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒന്നും 24 മണിക്കൂർ മുമ്പ് പഠിച്ചാൽ കിട്ടില്ല, ഉറപ്പാണ്. ഇത് മൊത്തം കൂടുതൽ തിയറി ഒക്കെ ആയത് കാരണം കുഴപ്പമില്ല കമ്പ്യൂട്ടർ സയൻസ്. പിന്നെ ഞാൻ മോഡൽ എക്സാമിന് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് ചെറുതായിട്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റി. സോ ഗൈസ്, പിന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടർ സയൻസ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? താഴെ കമൻറ്റ് ചെയ്യൂ. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഞാൻ ഇന്നലെ പഠിച്ചാണ്, ഇന്ന് റെഡിയാണ്. 24 hours. എനിവേ എനിക്ക് സിമ്പിളായിരുന്നു. നിങ്ങളുടെ എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. പിന്നെ അതിൻ്റെ ഉപരി നിങ്ങളുടെ സ്കൂൾ ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു? ലാസ്റ്റ് പോകുമ്പോൾ മിസ്സായോ? അതും കൂടെ താഴെ കമൻറ്റ് ചെയ്യൂ ഗൈസ്. എനിക്ക് നല്ല മിസ്സാവുണ്ടോ കുറച്ച് കഴിഞ്ഞാൽ. ഫീൽ സാഡ് ബ്രോ. വീഡിയോ കഴിഞ്ഞു ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്. എനിക്കറിയില്ല ഇതെപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ എന്തായാലും ഇപ്പോൾ കൂടുതലും കോണ്ടൻറ്റ് ക്വാളിറ്റി കൂടുതലാക്കാൻ നോക്കുകയാണ്. സോ വീഡിയോ വൈകാണ്ടിടാം. പിന്നെ എനിക്ക് നല്ല മിസ്സാവുണ്ടോ ഈ സ്കൂൾ ലൈഫൊക്കെ. ചെറുതായിട്ട് കരച്ചിലൊക്കെ വരുന്നുണ്ട്. കരച്ചിലൊന്നും വരുന്നില്ല. ഫീൽ സംതിങ് വെരി ബാഡ്. ബട്ട് കുഴപ്പമില്ല. സ്കൂൾ ചാപ്റ്റർ അങ്ങനെ എൻ്റെ ഒഫീഷ്യലി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ ഗൈസ്, മറക്കണ്ട. അത്രയുള്ളൂ ഗൈസ്, വീഡിയോ കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, പിന്നെ താഴെ കമൻറ്റ് ചെയ്യൂ, മറക്കണ്ട്. ബൈ ഗൈസ്.